സംസാരിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആളുടെ മമ്മി സിനിമ സർവമായ കണ്ടതിന് ശേഷം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത്രയും അധികം പ്രേക്ഷകർ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ആൻഡ് അവിടെ ആള് ലാസ്റ്റ് കൊടുത്തൊരു ഒരു ഒരു ആ, ഒരു ഒരു സംഭവമാണ് എന്താ, ഇനി ഞാൻ പ്രേക്ഷകര് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ പ്രേക്ഷകരെ മറന്നിട്ട് ഒരു കളിയില്ല എന്ന് പറഞ്ഞു. നിവിൻ പോളി ആസ് എൻ എന്റർടൈനർ ഓൾവേസ് അടിപൊളിയാണ്. അത് ആ ഒരു നിവിൻ പോളിയുടെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പെർഫോമൻസ് ഇൻ ദ സെൻസ്, നിവിൻ പോളിയുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് അതാണ് നമ്മളെ ചിരിപ്പിക്കുന്നതും. നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്ന സമയത്ത് എന്തോ നിവിൻ പോളിയുടെ ജസ്റ്റേഴ്സ് എക്സ്പ്രഷൻസ് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യും. അത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരും. അതാണ് നിവിൻ പോളി സിനിമയുടെ നിവിൻ പോളി മാജിക്. ഹായ് ഹലോ, കഥാൻ ക്യാമറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിവിൻ പോളി ആൻഡ് ഹിസ് സർവമായ ലേറ്റസ്റ്റ് മൂവി ആയിട്ടുള്ള സർവമായ സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നല്ല ഒരു ഫീൽ ഗുഡ് സിനിമയായിരുന്നു. ആൻഡ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ ഈ സിനിമയെ ബേസ് ചെയ്ത് കണ്ടു. ഒന്നെന്ന് പറഞ്ഞൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ഒരു കളക്ഷൻ പോസ്റ്റർ, എത്ര ഫിഗർ കളക്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. രണ്ടാമത്തത്, ഞാനത് എവിടെയും നിവിൻ പോളി പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല, ഞാനിങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഡെഫിനറ്റ്ലി അത് നിവിൻ പോളി ഏതോ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ എവിടെയെങ്കിലും വന്നപ്പോൾ പറഞ്ഞ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ എവിടെയെങ്കിലും പറഞ്ഞ കാര്യമായിരിക്കാം. ഒരു പോസ്റ്റ് ശ്രദ്ധിച്ചു, അത് നിവിൻ പോളി ടൈംസ് അവർ ആ പേജിലിട്ടായിരുന്നു കണ്ടത്, അതോ എക്സിൽ എവിടെയോ കണ്ടു. എന്തായിരുന്നു പോസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിവിൻ പോളി ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഒരു റൈറ്റിംഗ് പോലെ, ഐ മീൻ അത് പക്ഷെ നിവിൻ പോളിയുടെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എനിക്ക് അറിയാനായിട്ടാണോ അറിയില്ല. ജസ്റ്റ് കമന്റ് ചെയ്യാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. എന്തായാലും അതിൽ പറഞ്ഞ കാര്യം എന്ന് പറയാൻ, നിവിൻ പോളിയുടെ ഒരു ബാഡ് ഫേസ് ഉണ്ടായിരുന്നു. ആ ഫേസിനെ പറ്റി ആള് പറഞ്ഞിട്ട് പിന്നെ സർവ്വമായയിലേക്ക് വരികയാണ് ചെയ്തത്. അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കെതിരെ കുറെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഒരാളുടെ വക. ആൻഡ് അത് ആ സമയത്ത് ഏതോ ഫാമിലിയൊക്കെ ആളെ വണ്ടിക്ക് ചുറ്റും വെച്ച് വന്നിട്ട് ആളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു ഞങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ആളുടെ മമ്മി സിനിമ സർവമായ കണ്ടതിന് ശേഷം ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, ഇത്രയും അധികം പ്രേക്ഷകർ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത്. ആൻഡ് അവിടെ ആള് ലാസ്റ്റ് കൊടുത്തൊരു ഒരു ഒരു ആ, ഒരു ഒരു സംഭവമാണ് എന്താ, ഇനി ഞാൻ പ്രേക്ഷകര് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്, അപ്പൊ പ്രേക്ഷകരെ മറന്നിട്ട് ഒരു കളിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇത് പേളിമണിയുടെ ഇന്റർവ്യൂവിലാണ് തോന്നുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് എക്സ്പെരിമെന്റൽ രീതിയിൽ ചെയ്താലേ ഒരു ആക്ടർ എന്ന നിലയിൽ സക്സസ് ആവാൻ പറ്റൂ എന്നുള്ള ഒരു തോട്ടും ഒരുപാട് പേര് അങ്ങനെ പറയുകയും ചെയ്തുകൊണ്ടാണ് നിവിൻ പോളി വേറെ വേറെ ജോണറിലൊക്കെ ഉള്ള സിനിമകൾ ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ ഇതേ സെയിം ആൾക്കാർ ആളെടുത്ത് ചോദിച്ചു, ആഹ് എന്തുകൊണ്ട് നിവിൻ പോളിയുടെ ഒരു എന്റർടൈൻമെന്റ് സിനിമ വരുന്നില്ല, നിവിൻ പോളി എന്ന എന്റർടൈനർ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പൊ അതില് ഭയങ്കര ഫണ്ണി ആയിട്ട് പറയണ്ടായിരുന്നു. അങ്ങനെ തിരിച്ച് ചോദിക്കേണ്ട അവസ്ഥയാണ്, നീയൊക്കെ തന്നെ അല്ലേ പറഞ്ഞത് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ളത്. അപ്പോ നിവിൻ പോളി ആസ് എൻ എന്റർടൈനർ ഓൾവേസ് അടിപൊളിയാണ്. അത് ആ ഒരു നിവിൻ പോളിയുടെ പെർഫോമൻസ് തന്നെയാണ് സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. പെർഫോമൻസ് ഇൻ ദ സെൻസ്, നിവിൻ പോളിയുടെ മൈന്യൂട്ട് എക്സ്പ്രഷൻസ് അതാണ് നമ്മളെ ചിരിപ്പിക്കുന്നതും. നമ്മളിങ്ങനെ ഒരു സിനിമ കാണുന്ന സമയത്ത് എന്തോ നിവിൻ പോളിയുടെ ജസ്റ്റേഴ്സ് എക്സ്പ്രഷൻസ് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യും. അത് നമുക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തരും. അതാണ് നിവിൻ പോളി സിനിമയുടെ നിവിൻ പോളി മാജിക് എന്ന് പറയുന്നത്. ഈവൻ സർവ്വമായിലേക്ക് വരുന്ന സമയത്തും ഇത് സ്പോയിലർ ആണോ എന്ന് വെച്ചാൽ അല്ല, ജസ്റ്റ് ഒരു സീൻ, ഒരു ഹോം ചെയ്യുന്ന സീനുണ്ട്. ഹോമം എന്നല്ല, ഒരു സംഭവം ചെയ്യുന്നുണ്ട് ഒരു കുട്ടീന്റെ. ആൻഡ് ആ സമയത്ത് നിവിൻ പോളിയുടെ എക്സ്പ്രഷൻസ് ഉണ്ട്, ഇത് വർക്കായോ എന്നുള്ള. അതൊക്കെ ഒരുപാട് ചിരിച്ച മൊമെന്റ്സ് ആയിരുന്നു ആ സിനിമയിൽ. ആൻഡ് അത് മാത്രമല്ല, ഒരുപാട് വേറെ ഉണ്ട്. ഇപ്പൊ അടുത്തും കൂടെ ഞാൻ വീണ്ടും വടക്കൻ സെൽഫി ഒന്നും കൂടി ഇരുന്ന് കണ്ടു. ഐ മീൻ നിവിൻ പോളി എന്ത് രസമായിട്ടാണ് അത് ചെയ്യണത്. നിവിൻ പോളിയുടെ ആ റോളൊന്നും വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം നിവിൻ പോളിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷനും കാര്യങ്ങളും ഉണ്ട്. ആൻഡ് ഈവൻ ഞാൻ ലാലേട്ടനില് പലപ്പോഴും ആ സംഭവം പലപ്പോഴും നല്ല ലാലേട്ടൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ നിവിൻ ഈസ് നിവിൻ. നിവിൻ പോളിയുടെ ആ റോള്, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആർക്കും വേറെ അങ്ങനെ അങ്ങനെ ആ ഒരു ലെവലിലേക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര ഭംഗിയാണ് അത് കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ആരും കമ്പയർ ചെയ്യല്ല കേട്ടോ, പക്ഷെ നിവിൻ പോളിയുടെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ളൂ. ആൻഡ് സിനിമ അവർ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, 101 crores in 10 days. സിനിമ മാസീവ് സക്സസ് ആണ്. കാരണം ഒരു ഇൻവെസ്റ്റ്മെന്റ്, ആ ഒരു എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട്, ഒരു കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്രയും വലിയ റിട്ടേൺ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല സിനിമയായിട്ടാണ് പ്രേക്ഷകർ ഏറ്റെടുത്തുകൊണ്ടാണ്. ആൻഡ് ഒരുപാട് എന്താ, അപ്പൊ ഞാൻ വീട്ടിലൊക്കെ വിളിച്ച സമയത്ത് അവരൊക്കെ കാണാൻ പോയ സമയത്തും ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ടിക്കറ്റ് ഇല്ലായ്മ. അപ്പൊ നിവിൻ പോളിയുടെ ഈ ഒരു ഫേസ്, ഒരുപാട് കാലത്തിന് ശേഷം നിവിൻ പോളിയുടെ ഇത്രയും തിരക്കിലൊക്കെ പെട്ടൊരു സിനിമ കാണണമെന്ന് തോന്നുന്നു എനിക്ക്. കാരണം
ലാസ്റ്റ് വന്ന സിനിമകളൊന്നും വലിയൊരു ഒരു രീതിയിൽ പോയില്ല. ആൻഡ് ആൾക്ക് ഒരുപാട് എന്താ വിമർശനങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫേസിൽ കൂടെയൊക്കെ കടന്നുപോയി നിവിൻ പോളി ഐ തിങ്ക് കം ബാക്ക് എന്നല്ല, ആള് വീണ്ടും ഒരു പഴയ ആ ഒരു നിവിൻ പോളി ആയിട്ട് തിരിച്ചു വരുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്ക് പറഞ്ഞാൽ തിരിച്ചു വരവ് കം ബാക്ക് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് അറിയില്ല. ഓരോരുത്തർക്കും ഓരോ ഫേസ് ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. ആൻഡ് ദിസ് ടൈം ഇനി ഇനി നിവിൻ പോളി പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രേക്ഷകരെ വിട്ട് കളിക്കില്ല എന്ന് പറയുകയും ചെയ്തു. അപ്പൊ അങ്ങനത്തെ സിനിമകളായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോ അടുത്തത് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നു ബേബി ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ. അത് ഫെബ്രുവരി ഫസ്റ്റ് വീക്കിനാണ് റിലീസ് എന്ന് തോന്നുന്നു. അതാണ് നെക്സ്റ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ നിവിൻ പോളി പ്രൊജക്ട് ഉണ്ട്, അതിന്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞു. മേ ബി അതായിരിക്കും എടുത്തത്. പിന്നെ നിവിൻ പോളിയുടെ വില്ലൻ റോള് വരുന്നുണ്ട് തമിഴില്, LCU, ബെൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ LCU ആണത്, ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ്. അപ്പൊ നിവിൻ പോളിയുടെ ലൈനപ്പ് എന്ന് പറഞ്ഞാൽ പ്രോമിസിംഗ് ആയിട്ടുള്ള ലൈനപ്പാണ്. ആൻഡ് നല്ല ഒരുപാട് സിനിമകൾ വരുമെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് അതിന്റെ ഇടയിൽ വേറൊരു സംഭവം കണ്ടു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരുപാട് കാലത്തിന് ശേഷം കേട്ടോ ഞാനിത് കാണുന്നത്. ഒരുപാട് മുന്നേ ഉണ്ടായിരുന്നു നിവിൻ പോളി വേഴ്സസ് ദുൽഖർ സൽമാൻ, ഒരു ഫാൻ ഫൈറ്റ്. അപ്പോ ഇത്രയും കാലം നിവിൻ പോളിയുടെ സിനിമകളൊന്നും വലിയ രീതിയിൽ റീച്ച് ആവാത്തതുകൊണ്ട് തന്നെ ഫാൻസ് ഒക്കെ ഒന്ന് അടങ്ങിയിരിക്കുകയെന്ന് തോന്നുന്നു. ഇപ്പൊ ഇതേ പെട്ടെന്ന് എവിടുന്നും ഇല്ലാത്ത കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ട്, ഞാനിങ്ങനെ എക്സിലൊക്കെ വായിക്കുന്ന കാര്യം കേട്ടോ. ഐ മീൻ നിവിൻ പോളി ഫാൻസ് എന്ന് മാത്രം പറയുന്നില്ല, മേ ബി ഒരു നമ്മളൊരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി ഓരോ രീതിയിൽ ഓരോ ആൾക്കാർ വരുമല്ലോ. അപ്പൊ ഞാൻ ഫാൻസിന് ഒരിക്കലും പറയില്ല, കാരണം എല്ലാ രീതിയിലും നമ്മൾ ആലോചിച്ചാൽ മതി. ഒരു സിനിമ അല്ലെങ്കിൽ ഒരു സ്റ്റാറിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് അവരുടെ ഫാൻസാണ്, അവരെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്, പിന്നെ നോർമൽ ഓഡിയൻസ്. ഇവരൊക്കെ ഈ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സെലിബ്രിറ്റി ആളുടെ മൂവി സക്സസ് ആവുള്ളൂ. അതങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഫാൻസിനെ എന്നല്ല ഞാൻ പറയണം, പക്ഷെ ഒരുപാട് രീതിയിൽ എന്താ പറയുക വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി കുറെ ടീംസ് ഉണ്ടാവുമല്ലോ, അവരാണ്. അപ്പൊ ഞാൻ വായിച്ചു നിവിൻ പോളി വേഴ്സസ് ദുൽഖർ സൽമാൻ, ആ ഒരു ടോപ്പിക് വീണ്ടും എടുത്തിടാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല അതിന്റെ ഒരു ആവശ്യം ഉണ്ട് എന്നുള്ളത്. കാരണം DQ, ദുൽഖർ സൽമാൻ ഈസ് ദുൽഖർ സൽമാൻ, ആള് വേറെ ലെവലിലുള്ള പരിപാടികളാണ്. മേ ബി കളക്ഷൻ വൈസ് അതാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം. ദുൽഖർ സൽമാൻ എന്തുകൊണ്ട് ഒരു 50 കോടി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഉണ്ടാക്കാൻ പറ്റണില്ല എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആൻഡ് ഒരുപാട് കളിയാക്കല് ദുൽഖർ സൽമാനെയും ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ദുൽഖർ ഒരു എന്താ ഇപ്പോ ഒരു സ്റ്റാർ കിഡ് എന്ന നിലയിൽ ദുൽഖർ സൽമാൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആള് സ്വന്തമായിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തു പോണത്. ഒരിക്കലും മമ്മൂട്ടിയുടെ മോൻ എന്ന ലേബലിൽ ദുൽഖർ സൽമാനെ വിളിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദുൽഖർ, ഞാൻ പറഞ്ഞല്ലോ, ഈ ദുൽഖർ ആളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആൾക്കുണ്ട്. ആൻഡ് ഞാൻ ഇവിടെ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിൽ ദുൽഖർ തന്നെ വരുന്നുള്ളൂ. കാരണം എല്ലാ ഇൻഡസ്ട്രിയിൽ പോയിട്ടും നല്ല ഒരു സ്റ്റാർ ആയിട്ട് തന്നെ ആളവിടെ നിലനിൽക്കുക എന്നുള്ളത് ഇറ്റ്സ് സംതിങ് ബിഗ്. അപ്പോ DQ നിവിൻ ഒരു കമ്പാരിസന്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് സംശയമാണ്. എന്തായാലും വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ താല്പര്യമുള്ള ആൾക്കാർ അത് ഉണ്ടായിക്കൊണ്ടേ ഇരിക്കട്ടെ, അതിലൊന്നും ചെയ്യാനില്ലല്ലോ. എനിവേസ്, നിവിൻ പോളി ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവൻ തന്നെയാണ്. അപ്പോ ആ ഒരു, ഞാൻ പറഞ്ഞോ, നിവിൻ പോളിയുടെ ഈ ഒരു സക്സസ് അത് എനിക്ക് ഭയങ്കര എന്താ പറയുക, നമ്മളെ വീട്ടിലെ ഒരാള് സക്സസ്ഫുൾ ആയ പോലെ. ഈവൻ ആ സംഭവം ഞാൻ വായിച്ച സമയത്ത് അറിയാണ്ട് ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ടും സന്തോഷിച്ചു. യെസ്, ഈ ഒരു മനുഷ്യൻ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണം എന്നുള്ള എനിക്കൊരു ആഗ്രഹമുള്ള പോലെ എനിക്ക് തോന്നി ആ ഒരു സംഭവം വായിച്ചപ്പോൾ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നിവിൻ പോളി അത്രത്തോളം ഓഡിയൻസ് ആയിട്ട് കണക്ട് ആയിട്ടുള്ള ഒരാളാണ്, കണക്ട് ആവുന്ന ഒരു ആക്ടറാണ്. ആളുടെ പെർഫോമൻസും ആളുടെ, ഞാൻ പറഞ്ഞല്ലോ, ജെസ്റ്റേഴ്സും എക്സ്പ്രഷൻസും ഒക്കെയാണ് ആളെ അത്രയും എന്താ പറയാ ഭംഗിയായിട്ട് ഇങ്ങനെ സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റണത്. അപ്പോൾ നിവിൻ പോളി എന്ന് പറഞ്ഞാൽ വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. ആൻഡ് ആൾ സക്സസ് ആവണം എന്നുള്ളത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. കാരണം ആളുടെ പഴയ സിനിമ, പഴയതല്ല, കുറച്ച് മുമ്പ് വന്ന സിനിമകളൊക്കെ അത്രയും രീതിയിൽ കണക്ട് ആയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നിവിൻ പോളി എന്ന് പറഞ്ഞ ആക്ടർ തിരിച്ച് ഒരു അടിപൊളി എന്താ റോളിൽ വരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം തന്നെയായിരുന്നു. സോ അത് സംഭവിച്ചു. ഇനി അടുത്ത സിനിമകളും നല്ല സിനിമകളായിട്ട് വരുമെന്ന് വിശ്വസിക്കണം. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ. ആൻഡ് ആ പോസ്റ്റർ നല്ല പോസ്റ്റർ ആയിരുന്നു കേട്ടോ. 101 crores എന്ന് പറഞ്ഞിട്ട് അവര് ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒക്കെ നടക്കുന്നത്. ഇനിയും ഒരുപാട് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സൂചനയാണ് ആ ഒരു നടത്തത്തിന്റെ എന്നാണ് എനിക്ക് തോന്നുന്നത്. വാട്ട് എവർ. അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.